ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരമ്മ മറ്റൊരമ്മയോട് താണുകയാണ് അപേക്ഷിക്കുക. ഞാനിനി എന്റെ മകൻ അത്താഴം വിളമ്പി കാത്തിരിക്കണോ? അവൻ തിരിച്ചു വരുമെന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ എനിക്ക് തരാൻ പറ്റുമോ? അമ്മ ഞങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. എല്ലാവരും കൂടി പഴയ പോലെ കഴിയണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. എല്ലാവരും മാറ്റമാണല്ലോ. എടാ, എല്ലാരും കൂടി ഒന്നിച്ചു കഴിയണമെന്ന് പറയുന്നതിന്റെ പിന്നിലേ ശാലിയായിട്ട് കൂടി കഴിയണമെന്നുള്ള ആഗ്രഹമാ ഭാമയിൽ മുന്നിട്ട് നിൽക്കുന്നതേ. അവളത് പറയത്തൊന്നുമില്ല. പക്ഷേ സത്യമുള്ള ഇഷ്ടം കാണിച്ചേ അവളത് അറിയിക്കുവാടാ. അത് മനസ്സിലാക്കിയിട്ടാ ശാരദാമ്മയുടെ ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഈ പിള്ളേം കുട്ടി പോയതേ. അച്ഛൻ ഈ കാര്യത്തിനായിട്ട് ഒരാളുടെ മുന്നിലേക്കും പോണ്ട. ശാലിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയോളാം. അമ്മയുടെ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഞാനത് ചെയ്തു കൊടുക്കേണ്ടതാ. എടാ, ഈ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമേ ശാലിനെ സ്വീകരിക്കാൻ തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞ് ഭാമ മനസ്സുകൊണ്ട് ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞ്. ഇനി വലതുകാലം വെച്ച് ശാലിനി നമ്മുടെ പഴയ വീട്ടിൽ മരുമകളായിട്ട് വന്നു കയറിയ മാത്രം മതി. മക്കളെ, ഭാമ മാത്രമല്ല, ആ ഒരു സന്തോഷ നിമിഷം കാണാനായി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞെല്ലാം മറന്ന് എല്ലാരും കൂടി നമ്മുടെ സ്വന്തം വീട്ടില് ഒരു പുതിയ ജീവിതം. എല്ലാം ശരിയാ വച്ച. പറഞ്ഞ രീതിക്ക് ശാലിനി ഞാൻ കൊണ്ടുവന്നിരിക്കും. അതുറപ്പാ. ഞാനിത് വിശ്വസിക്കുവാടാ. എന്റെ മോനെ, എനിക്ക് വിശ്വാസമാ. ഭാമയുടെ സന്തോഷം അത് കാണുന്നതേ എനിക്കൊരു സന്തോഷമാടാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആരാ? മനസ്സിലായില്ല. എന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ എന്റെ മകന്റെ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റിയേക്കും. ഞാൻ നസീറിന്റെ ഉമ്മയാ. പേര് സുബൈദ. ശാരദാമ്മയാണെന്ന് എനിക്കറിയാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാം. വരൂ. ശാരദാമ്മേ, ഇരിക്കാൻ വന്നതല്ല ഞാൻ. വേവ് കൊണ്ട് പറയാ. ആളുകൾ പറയുന്നൊന്നും ഞാൻ കാര്യം എടുക്കുന്നില്ല. പോലീസുകാർ പറയുന്നതും എനിക്ക് ശരിയായി തോന്നിയില്ല. ശാരദാമ്മയും ഒരമ്മയാണ്. 3 പെൺമക്കളുടെ അമ്മ. അവരെ വളർത്തി വലുതാക്കിയതിന്റെ ബുദ്ധിമുട്ടും ത്യാഗവും ഉള്ളിൽ ഇപ്പോഴും വറ്റാതെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിന്റെ പെടച്ചിൽ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സുബൈദ ഇപ്പോഴും വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. എന്റെ മകൻ നസീറിന് എന്താ സംഭവിച്ചേ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ? അവസാനമായി അവൻ ഞങ്ങളെ വിളിച്ചത് ഇവിടെ നിന്നാണെന്ന് അവന്റെ ബാപ്പ പറയുന്നേ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ മകൻ നസീർ ഇപ്പൊ പോയിരിക്കുന്നത് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കാണോ? സുബൈദ, എനിക്കൊരു മറുപടി കിട്ടണം. എത്ര മോശക്കാരനാണെങ്കിലും അവൻ എന്റെ മോന. ഒരമ്മയ്ക്ക് എത്ര ദുഷ്ടനാണെങ്കിലും
സ്വന്തം മകനെ വെറുക്കാൻ പറ്റില്ലല്ലോ. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ നിങ്ങൾ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. മകനെ കാണാതായ ഒരു അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ നിസ്സഹായാണ്. നൂർജഹാനെ കാണാൻ നസീർ ഇവിടെ വന്നിരുന്നു എന്നും പറഞ്ഞ് കുറ്റം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാ പോലീസ് ശ്രമിക്കുന്നത്. കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് അവർക്ക് അവരുടെ ജോലി മതിയാക്കണം. അതിന്റെ പേരിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന എന്താണെന്നോ മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നോ അവര് മനസ്സിലാക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവൻ മാറി നിൽക്കും. എന്നും വൈകിട്ട് അവന് വേണ്ടി കാത്തു വെക്കുന്ന അത്താഴം രാവിലെ എടുത്ത് കളയുമ്പോ ഞാൻ അവനെ വിളിച്ച് താക്കീത് ചെയ്യും. ഇന്ന് രാത്രി കൂടി ഞാൻ അത്താഴം വിളമ്പി വെക്കും. ഇന്നും കൂടെ വന്നില്ലെങ്കിൽ ഇനി ഞാൻ ഈ പണിക്ക് നിൽക്കില്ലെന്ന്. ബാപ്പയോടുള്ള വഴക്കെല്ലാം മറന്ന് എന്റെ മോൻ അന്ന് രാത്രി വരും, അത്താഴം കഴിച്ച് കിടക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ച മറുവശത്ത് എടുക്കാൻ പോലും ആളില്ല. എന്നിട്ട് ഞാൻ അവൻ അത്താഴം വിളമ്പി കാത്തിരിക്കുന്നുണ്ട്. അവന്റെ ബാപ്പ പോലും ഇത് കണ്ടിട്ട് എന്നെ ശപിക്കുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, പെറ്റ തള്ളയായി പോയില്ലേ. ഒരമ്മ മറ്റൊരമ്മയോട് താണുകയാണ് അപേക്ഷിക്കുക. ഞാനിനി എന്റെ മകൻ അത്താഴം വിളമ്പി കാത്തിരിക്കണോ? അവൻ തിരിച്ചു വരുമെന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ എനിക്ക് തരാൻ പറ്റുമോ? ഒരമ്മയുടെ അടക്കാനാവാത്ത ആഗ്രഹം കൊണ്ട് ചോദിക്കുക, എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ എന്താണോ മുമ്പ് പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കാൻ എനിക്കിപ്പോ സാധിക്കൂ. സുബേദയുടെ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. എനിക്കറിയില്ല നിങ്ങളുടെ മോനെ. അവനിവിടെ വന്നിട്ടുമില്ല, ഇവിടെ വെച്ച് അവനൊന്നും സംഭവിച്ചിട്ടുമില്ല. മതി, എനിക്ക് ഈ ഒരു ഒറ്റ ഉറപ്പ് മാത്രം മതി. ഇനി ഞാൻ കാത്തിരുന്നോളാം, അത്താഴം ഒരുക്കിക്കോളാം. കാരണം ഇത് മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ വാക്ക. വാത്സല്യവും സ്നേഹവും ശകാരവും ഒക്കെ ഉള്ള ഒരു അമ്മയുടെ വാക്ക്. മതി, എനിക്കിതറിഞ്ഞാൽ മാത്രം മതി.